ഗതകാല സ്മരണകൾ, ചിരിയൂറും നിലവുകൾ, കൊച്ചിൻ കോളേജിലെ പിരിയാത്തൊരു സൗഹൃദം. സ്വരങ്ങളിൽ ചുവടുകൾ ഒന്നാക്കിടാം, പുതുവർഷക്കൂട്ടമായി തിമിർത്താഘോഷിച്ചിടാം. They say that time is a river that never flows backward. But this evening, looking at these beautiful faces in front of me, I feel we have successfully turned back the clock. അതെ, നമ്മൾ വീണ്ടും ഒത്തുകൂടിയിരിക്കുന്നു സവിശേഷമായ ഒരു തുടക്കത്തിന്. നമ്മുടെ സൗഹൃദങ്ങളെ കൂടുതൽ കൂട്ടിയിണി ചേർത്ത് പിടിച്ച് യാത്ര തുടരാൻ. ക്രിസ്മസിൻ്റെ ഈണവും സ്നേഹത്തിൻ്റെ സുഗന്ധവും പൊതിഞ്ഞു നിൽക്കുന്ന, ഏറെ കാത്തിരുന്ന ഈ സംഗമത്തിന് പുതുവർഷക്കൂട്ടമായി ഒരിക്കൽ കൂടി പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു പുതുവർഷത്തിൻ്റെ സൗഹാർദ്ദ ചക്രവാളത്തിലേക്ക്. We stand here at a very special intersection of time. It is a season of light, of hope, the warmth of carols, and most importantly, of coming home. And so we are here once again, back home with our dear ones, with whom we started this wonderful journey. അതെ, തീർച്ചയായും ചെമ്മ, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഇവർ 1970-കളിലെ ആ കലാലയത്തിൻ്റെ പടി കയറിയവരാകട്ടെ, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് പഠിച്ചിറങ്ങിയവരാകട്ടെ, ഇന്ന് ഇവിടെ ആ വർഷങ്ങളുടെ വ്യത്യാസം അപ്രത്യക്ഷമാവുകയാണ്. ഒരേ മനസ്സായി, ഒരേ വൈബിൽ കൊച്ചിൻ കോളേജ് അലുമിനായി അസോസിയേഷന്റെ ഈ മഹാസംഗമത്തിലേക്ക്, പുതുവർഷക്കൂട്ട് 2026ലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ചെമ്മ, ഞാൻ ഈ രജിസ്ട്രേഷൻ ലിസ്റ്റ് നോക്കുകയായിരുന്നു. ഏതാണ്ട് 5 പതിറ്റാണ്ടുകളുടെ ചരിത്രമാണ് ഇവിടെ നമുക്ക് മുമ്പിൽ ഇരിക്കുന്നത്. 5 പതിറ്റാണ്ടിലെ സ്വപ്നങ്ങൾ, ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ, അതെല്ലാം ഇന്ന് ഈ ഹാളിലുണ്ട്. പക്ഷെ ഇവിടെ ഒരുമിച്ചിരിക്കുമ്പോൾ എല്ലാവരും ആ തീക്ഷ്ണമായ കാലഘട്ടത്തിലെ യൗവനം മനസ്സിൽ സൂക്ഷിക്കുന്നവരായ ആ 20കാരനെ പോലെയും 20കാരിയെ പോലെയും തോന്നുന്നില്ലേ? Yes, Smitha, it is incredible. We have the senior legends who remember the college in its early steps, and the young guns who are just beginning to make their mark. Geographically, we have traveled far. Some have crossed oceans to be here, but emotionally, we never really left the campus, did we? വിശ്വസിക്കാനാവാത്ത ഒന്നാണ് ഈ ഒരു ഗാദറിംഗ്. അതാണ് നമ്മുടെ കൊച്ചിൻ കോളേജ് വൈബ് ചെമ്മ. അതൊരു പ്രത്യേക തരം വേവ് ലെങ്ത് ആണ്. നിങ്ങൾ 1970-ൽ പഠിച്ചിറങ്ങിയവരോ 2020-കളിൽ ഇറങ്ങിയവരോ ആകട്ടെ, 2 കൊച്ചിൻ കോളേജുകാർ തമ്മിൽ കണ്ടുമുട്ടിയാൽ
അവരുടെ സ്നേഹത്തിന്, മനസ്സടുപ്പത്തിന് ശരിക്ക് ഒരേ ശബ്ദമായിരിക്കും. അവരുടെ കഥകൾക്ക് ഒരേ ആത്മാവായിരിക്കും. ഈ സ്നേഹബന്ധത്തിന് പ്രായം ബാധിക്കില്ല ഒരിക്കലും. So dears, as we celebrate Christmas and New Year, while we reflect on the message of the season, Christmas teaches us the beauty of giving, sharing and the miracle of togetherness. It reminds us that no matter how dark the night, a star of hope always rises. പുതുവർഷത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിറയെ പ്രാർത്ഥനകളാണ്. നമ്മുടെ ഗുരുനാഥന്മാരുടെ ആരോഗ്യത്തിനും സുഹൃത്തുക്കളുടെ ഐശ്വര്യത്തിനും നമ്മുടെ ഈ അലൂമിനി അസോസിയേഷന്റെ കെട്ടുറപ്പിനും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ. നമ്മൾ ഈ പുതുവർഷത്തിലേക്ക് ചുവടുവെക്കുന്നത് വെറും വ്യക്തികളായല്ല, മറിച്ച് ഒരു കുടുംബമായാണ്. കടന്നുപോയ കാലം നമുക്ക് നൽകിയ കരുത്തും വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള ആവേശവും നമുക്കൊപ്പമുണ്ട്. ഇതൊരു വെറും ഒരു കൂടിച്ചേരൽ മാത്രമല്ല, ഇതൊരു അഭയസ്ഥാനമാണ്. മനസ്സിനെ വീണ്ടും ചെറുപ്പമാക്കുന്ന വർഷം കൊണ്ട് സ്നേഹത്തെ, സൗഹൃദത്തെ ചേർത്ത് പിടിച്ച് ജീവിതത്തിൽ ഇവരൊക്കെയുണ്ട് എന്ന് ചേർത്ത് പിടിക്കുന്ന ആത്മബലം കൂട്ടുന്ന സന്ദർഭങ്ങൾ. പുറം ലോകം എത്ര മാറിയാലും നമുക്കിടയിൽ ഈ സ്നേഹത്തിന്റെ ആഴം മാറ്റമില്ലാതെ തുടരുമെന്ന് തിരിച്ചറിയാനുള്ള ഒരിടം. അപ്പോൾ നമ്മൾ ആഘോഷങ്ങൾക്ക് തുടക്കമിടുകയല്ലേ ജമ്മ? Yes, we are Smita. So are you all ready to celebrate? Are you all ready to make some noise for the memories that shaped us? Yeah. Yes, that's it. പ്രിയപ്പെട്ടവരെ, മനോഹരമായൊരു വൈകുന്നേരമാണ് നമുക്ക് മുന്നിലുള്ളത്. നിങ്ങളെ സംഗീതവും നൃത്തം ചെയ്യിക്കുന്ന ചടുല താളങ്ങളുമായി ഓർത്തിരിക്കാൻ, ചിരിയും തമാശകളുമായി ആനന്ദ കണ്ണ് നിറയിക്കുന്ന ഓർമ്മകൾ സ്വരൂപിക്കാൻ നമുക്ക് ആഘോഷങ്ങൾ തുടങ്ങാം. ഹൃദയത്തിൽ പ്രാർത്ഥനയുമായി, ചുണ്ടിൽ പുഞ്ചിരിയുമായി നമുക്ക് ആരംഭിക്കാം ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക്. Wishing you all a Merry Christmas and a magnificent New Year. പ്രിയപ്പെട്ട ചുണക്കുട്ടി കൊച്ചി 2026 പരിപാടികൾക്ക് ഇവിടെ തുടക്കമാവുകയാണ്. ആദ്യമായി ഈ പേര് നിർദ്ദേശിച്ച അഷ്റഫ്, ഈ കമ്മിറ്റിയുടെ തുടർച്ചയായ മൂന്നാമത്തെ അവസാനത്തേതുമായ ക്രിസ്മസ് സെലിബ്രേഷനാണ്. ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷനാണ്. ഈ 3 വർഷവും നമുക്ക് ഓരോ വർഷവും വളരെ മനോഹരമാക്കാൻ കഴിഞ്ഞു എന്നതിൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും നന്ദി അറിയുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണവും ഒത്തൊരുമയുമാണ് നമുക്ക് ഓരോ പരിപാടിയും മുന്നോട്ട് വയ്ക്കുമ്പോൾ ഭംഗിയാക്കുവാൻ നമുക്ക് സഹായിക്കുന്നത്. ഈ കൂട്ടായ്മ, ഈ ഒത്തൊരുമ എന്നും നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഈ അലൂമിനിയിൽ ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ ചടങ്ങിൽ ഔദ്യോഗികമായി സ്വാഗതം നൽകുക എന്നതാണ് എൻ്റെ കർത്തവ്യം. അതിലേക്ക് ഞാൻ കിടക്കട്ടെ. നമ്മുടെ ഈ കഴിഞ്ഞ 2 പരിപാടി, ഒന്ന് നമ്മുടെ ഒരു വട്ടം കൂടി, പിന്നെ ഓണാഘോഷം, നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട കിളിക്കാർ സാറിൻ്റെ സാന്നിധ്യമായിരുന്നു. കിളിക്കാർ സാറിൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു ആഘോഷം ശരിക്കും പറഞ്ഞാൽ കൊച്ചിൻ കോളേജിലെ അലൂമിനി അസോസിയേഷന് ആലോചിക്കാൻ പറ്റാത്തതാണ്. ഇന്ന് സാർ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ഓരോരുത്തരുടെയും മുഖത്ത് ആ സന്തോഷം കാണാൻ കഴിഞ്ഞു. സാറിനെ കൊച്ചിൻ കോളേജ് അലൂമിനി അസോസിയേഷന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ അലൂമിനി അസോസിയേഷന് എല്ലാ പിന്തുണയും നൽകി ഒപ്പം നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്കരനായ അഡ്വക്കേറ്റ് അമർനാഥ് അവർകൾ പ്രസിഡന്റ്, ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊച്ചിൻ കോളേജ് മാനേജർ തോമസ് ജെ വയലാട്ട് അവരെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടെ നമ്മുടെ മുൻ പ്രസിഡന്റ് അഗസ്റ്റസ് ഏട്ടൻ, മുൻ ജനറൽ സെക്രട്ടറി ദിനേശ് അവരിവിടെ എത്തിയിട്ടുണ്ട്, സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളായ അലൂമിനി അംഗങ്ങളെയും, നേരത്തെ നമ്മുടെ MC പറഞ്ഞതുപോലെ
ആദ്യ ബാച്ച് മുതൽ ഈ 2006 പഠിച്ചിറങ്ങിയ സുഹൃത്തുക്കൾ വരെ ഈ കൂട്ടത്തിലുണ്ട്. ഓരോരുത്തരെയും വിളിക്കുമ്പോൾ, നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞ് വിളിക്കുമ്പോൾ ആദ്യം പറയുന്ന കാര്യം, എൻ്റെ ബാച്ചിൽ ആരുമില്ല, ഞാൻ വരില്ല. അങ്ങനെ പറഞ്ഞിരുന്ന ഒരു വ്യക്തി പൊട്ടുകുഴലിപ്പുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ആദ്യം പറഞ്ഞത്, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും ജോഡ് നിർബന്ധപ്രകാരം ഇപ്പം ഞാൻ വരാൻ തുടങ്ങിയിട്ട് എനിക്കിപ്പോൾ നിങ്ങളെല്ലാവരും കൂട്ടുകിട്ടി. ഞാൻ ആദ്യം ഇത് ആലോചിക്കണമായിരുന്നു, എൻ്റെ ബാച്ചും കാത്തിരിക്കരുതായിരുന്നു, ഞാൻ വരണമായിരുന്നു എന്നാണ് പറഞ്ഞു. അതുകൊണ്ട് ഇനിയും വരുന്ന പരിപാടികളിൽ എൻ്റെ ബാച്ചിൽ ആരുമില്ല അങ്ങനെ വിചാരിക്കാതെ നമ്മൾ ഓരോരുത്തരും സുഹൃത്തുക്കളാണെന്ന് കരുതി എല്ലാവരും പങ്കുചേരുക. നിങ്ങളെല്ലാവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. കൂടെ നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥിയായി നിൽക്കുന്ന നമ്മുടെ സ്വന്തം സാന്താക്ലോസ് സ്വാഗതം ചെയ്യുന്നു. കടന്നു വരാം. എല്ലാ പരിപാടിക്കും ഒപ്പം, കൊച്ചുകുളത്തിൻ്റെ എല്ലാ പരിപാടിക്കും നമ്മുടെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ മീഡിയ, അവർക്കും സ്വാഗതം. ലൈറ്റ് ആൻഡ് സൗണ്ട് അവർക്കും സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. പുതുവർഷ കൂട്ടം, ആ കൂട്ടമാണ് നമ്മളെല്ലാവരെയും കൂടി എത്തിച്ചേക്കുന്നത്. അത് തന്നെയാണ് ഓരോ വർഷവും ഒരു പുതിയ വർഷം, ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ പുതിയ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളുമാണ്. പക്ഷേ നമുക്ക് ഈ പുതുവർഷ കൂട്ടത്തോടുകൂടി നമുക്ക് കിട്ടുന്നത് നമ്മുടെ പഴയ മറന്നു പോയ ഓർമ്മകൾ പുതുക്കാനുള്ള അവസരമാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രത്യേകത, ഓരോ വർഷവും കഴിയുന്തോറും, ഞാൻ ഇപ്പോൾ 3ാമത്തെ കൊല്ലമാണ് പ്രസിഡന്റ്, 3 കൊല്ലമാണല്ലോ തരുന്നത്. അപ്പോൾ ഇതിനകത്ത് കണ്ട ഒരു പ്രത്യേകത, ഓരോ വർഷവും ആൾക്കാരുടെ സഹകരണം, ആ കൂട്ടായ്മ, ഒരു പ്രോഗ്രാം നമ്മളിടുമ്പോൾ ഇതിൽ തന്നെ കോൺഫറൻസിന്റെ സഹകരണം, എനിക്ക് തോന്നുന്ന ഈ പ്രാവശ്യത്തെ പ്രോഗ്രാം അനൗൺസ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്നത് കുറേ അധികം ആൾക്കാരുണ്ട്. അതായത് 15ഓളം സ്പോൺസേഴ്സ് ഉണ്ട്. എല്ലാ പ്രോഗ്രാം കഴിയുമ്പോൾ കമ്മിറ്റിക്ക് നഷ്ടമാണ്. പക്ഷെ ആദ്യമായിട്ട് ലാഭത്തിൽ പോകാൻ പോകുന്ന ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിരിക്കും. അപ്പോൾ അതിൽ വലിയ സന്തോഷമുണ്ട്. അത് തന്നെ കാണിക്കുന്നത് നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ സഹകരണമാണ്. അപ്പോൾ ഇതിനേക്കാളൊക്കെ മാറ്റിവെച്ചാൽ, ഞാൻ പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ കഴിഞ്ഞ 2 പ്രാവശ്യത്തെയും ന്യൂ ഇയർ ആ കേക്ക് മുറിക്കാനുള്ള ഭാഗ്യം കിളിക്കാർ സാറാണ്. അപ്പോൾ ഈ പ്രാവശ്യം 3ാമതും കിളിക്കാർ സാറിൻ്റെ പ്രസൻസ് എപ്പോഴും ഒരു പുതിയ എനർജിയാണ്. കാര്യം ഞങ്ങളെയൊക്കെ യുവത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പൊ സാർ എത്രമാത്രം ചെറുപ്പമാക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ സാറിനെ കൂടുതൽ ചെറുപ്പമാക്കുക എന്നുള്ളതാണ് സാറിന് ഓരോ പ്രാവശ്യവും കേക്ക് മുറിക്കാൻ ഞങ്ങളിവിടെ വരുത്തുന്നത്. അപ്പോൾ ഞങ്ങൾ കൂടുതൽ ചെറുപ്പമാകുകയും ചെയ്യും, സാർ കൂടുതൽ സുന്ദരനാകുകയും ചെയ്യും, സാർ കൂടുതൽ ചെറുപ്പമാകുകയും ചെയ്യും. ഇത് രസകരമായ സംഭവമുണ്ട്. അപ്പൊ ഞാൻ സാറിൻ്റെ അടുത്ത് 2 ദിവസം വിളിച്ചപ്പോൾ സാറിന് ചോദിച്ചു, സാർ നമ്മുടെ ഞാൻ ന്യൂ ഇയർ സെലിബ്രേഷനാണ്, ഞാൻ സാറിൻ്റെ ബർത്ത്ഡേക്ക് വിളിച്ചപ്പോൾ തന്നെ ഞാനത് ഓർമ്മപ്പെടുത്തിയിരുന്നു. അപ്പൊ സാർ എൻ്റെ അടുത്ത് ചോദിച്ചു, അതിന് നിങ്ങളെ ആണെന്നും പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് കഥ പറയാനും ഡാൻസ് കളിക്കാനല്ലേ, ഞാൻ എന്തിനാ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ സാറ് വരുന്നതാണ് ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരുന്നത് സാറിൻ്റെ കൂടാണ്, ഞങ്ങളുടെ കൂടെ അല്ല. യു ആർ ഓൾവേസ് സറൗണ്ടഡ് ബൈ ലേഡീസ്. സർ, അത് മുൻ പ്രസിഡന്റ് ഉദ്ദേശിച്ച് പറഞ്ഞാണ് സാർ, എനിക്ക് മനസ്സിലായി. ഞാനല്ല എന്ന് ഞാൻ സാറിന് ഓർമ്മപ്പെടുത്തി. അപ്പൊ ഞാൻ സാറ് പറഞ്ഞു ശരിയാണ്, അവർ പറഞ്ഞു ശരിയാണ്, യു സ്റ്റാൻഡ് അപ്പാർട്ട് ഫ്രം ഓൾ അതേഴ്സ്. കറക്റ്റ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. കൂട്ടുകൊച്ചിക്കാർക്ക് ഒരു അഹങ്കാരമാണ് ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ. കാര്യം എൻ്റെ വളരെ ദൂരെയുള്ള സുഹൃത്തുക്കൾ എന്നെ എപ്പോഴും വിളിച്ച്, എന്തോ മഹാഭാഗ്യവാന്മാരാണ് നമ്മൾ ഈ കൂട്ടുകൊച്ചി മണ്ഡലെ, അതിൽ കൊച്ചി കോളേജ് ആഘോഷത്തിൻ്റെ ഒരു ഭാഗമാകുക. ഇന്ന് ഈ ന്യൂ ഇയർ സെലിബ്രേഷനിൽ നമ്മളെല്ലാവർക്കും ഒരിക്കൽ കൂടി ഒത്തുകൂടാനും, നമ്മുടെ സൗഹൃദം പങ്കിടാനും, നമ്മുടെ സ്നേഹം പങ്കിടാനും, നമ്മുടെ കൂട്ടായ്മ ഒരിക്കൽ കൂടി ഉറപ്പിക്കാനും ഒരു അവസരമാണ്. എല്ലാവർക്കും എൻ്റെ പുതുവർഷം എല്ലാവർക്കും ഗംഭീരമാകട്ടെ. നല്ല നല്ല വാർത്തകൾ കേൾക്കാൻ ഇടത് സർവേഷൻ തട്ടിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. നന്ദി, നമസ്കാരം. അങ്ങനെയാണ് ഒരു ടീച്ചർ ക്ലാസ്സിൽ വരുമ്പോൾ ആദ്യമായിട്ട് പിള്ളേരോട് സംസാരിക്കുന്ന ഈ ഭാഷയിലാണ്.
നോ നോയ്സ്, ലെസ് നോയ്സ്, പീസായിട്ട്. അപ്പോൾ അതേ വാക്കുകളാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഞാൻ അധികം നേരം സംസാരിക്കുന്നില്ല. ഇവിടെ വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം എനിക്ക് വരാൻ സാധിച്ചിട്ടില്ല. പ്രത്യേക സാഹചര്യത്തിൽ അല്ലെങ്കിൽ വന്നതിന്, പ്രത്യേകിച്ചും അമർനാഥനെ പോലെയുള്ള ഒരാളെന്ന് പറഞ്ഞാൽ സാധാരണ ആണല്ല. അവർ ലവിങ് സ്റ്റുഡൻറ്റ് വിളിക്കുന്ന സമയത്ത് നോ എന്ന് പറയാൻ പറ്റില്ല. യെറ്റ് ഐ കുഡ് നോട്ട് കം ദിസ് ടൈം. ഐ മേഡ് ഇറ്റ് എ പോയിന്റ് ടു കം. അങ്ങനെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞാൽ വരാൻ യാതൊരു സംശയമില്ല. കാരണം ഈ അസംബ്ലിയിൽ കാണാൻ സാധിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് ചുമ്പോളയിൽ തുടങ്ങിയ സമയത്ത് മുതൽ കണ്ടുവരുന്ന കുട്ടികളാണ്, കണ്ടുവരുന്ന സ്റ്റുഡൻസാണ്. ഐസിത്ത് ആയാലും അഗസ്റ്റസ് ആയാലും തോമസ് വയലാട്ടായാലും അങ്ങനെ എല്ലാവരും പഴയ കാലം. പുതിയ ജനറേഷനിൽ പിള്ളേരൊന്നുമില്ല. പുതിയ ജനറേഷനിൽ പിള്ളേരെന്ന് പറയാൻ ഒന്ന് പരിചയപ്പെടാനോ ഓർക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനന്ന് പുതിയ ജനറേഷൻ എന്ന സമയത്ത് ഞാൻ പ്രിൻസിപ്പളായി. ആദ്യത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ടീച്ചറായിരുന്നു, ലെക്ചറായിരുന്നു. മാക്സിമം നമ്പർ ഓഫ് ക്ലാസ് ഞാൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ കൂടുതൽ പിള്ളേരെ എനിക്കറിയാമായിരുന്നു. കൂടുതൽ പിള്ളേരുമായിട്ട് എനിക്കിങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഏകദേശം ഞാൻ പറഞ്ഞ 76, 78 കാലഘട്ടങ്ങളിൽ 76ലാണ് ഞാൻ പ്രിൻസിപ്പളാണ്. അതിനുശേഷം 78, 79 ആ കാലഘട്ടം വരെ വളരെ പിള്ളേരെയൊക്കെ അറിയുമായിരുന്നു. പക്ഷെ അതിന് ശേഷം വന്ന പല പിള്ളേരെ എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഞാൻ പഠിപ്പിച്ച ക്ലാസ്സിൽ നിന്നുള്ള പിള്ളേർ മാത്രമായിരുന്നു എനിക്ക് കൂടുതൽ അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് ഇന്ന് ഇവിടെ വരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. മിക്ക പിള്ളേരെ എനിക്കറിയാം, അവരുമായി ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അവസരങ്ങൾ എനിക്ക് ഇവിടെ വരുവാൻ അവർ തന്നെയാണ് സംഘടിപ്പിച്ചത്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമർനാഥിൻ്റെ കീഴിലുള്ള അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ കൂടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. അദ്ദേഹത്തിൻ്റെ 3 കൊല്ലത്തെ കാലാവധി ഇപ്പോൾ അവസാനിക്കുന്ന ഒരു എന്താ പറയേണ്ട ഒരു ഗ്ലാമറസ്, വെരി എഫിഷ്യൻറ്റ്, വെൽ കണ്ടക്റ്റഡ്, ഒരു റിമാർക്കബിൾ 3 years. വളരെ ആക്റ്റീവായിരുന്നു. ഓരോ പ്രാവശ്യവും ഇത്രയധികം ആളുകളെ സംഘടിപ്പിക്കുക, കൊല്ലന്തോറും അവിടെ കൊച്ചിക്കോളയിൽ ആനുവൽ ഡേയ്സ് സെലിബ്രേറ്റ് ചെയ്യുക, മുടക്കമില്ലാതെ ഇങ്ങനെ സംഘടിപ്പിക്കുക. ദാറ്റ് ഷോസ് ദ റിയൽ എഫിഷ്യൻസി ആൻഡ് ദ പർപ്പസ്ഫുൾനെസ്. പുള്ളിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയും നാളെ ഇങ്ങനെ മനോഹരമായിട്ട് ഇങ്ങനെ ഇത് സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ അമർനാഥിനെയും അദ്ദേഹത്തെ കൂട്ടുകാരെയും ബാക്കി എല്ലാവരെയും ഞാൻ ആദ്യമായിട്ട് ഞാൻ അനുമോദിക്കുകയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ എനിക്ക് അധികം സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരെയും മിക്ക സമയത്തും കാണാറുണ്ട്. കൂടുതൽ ആൾക്കാർ നേരത്തെ പറഞ്ഞു ഞാൻ പരിചയമുള്ള ആൾക്കാരാണ്. അതാണ് ഇവിടെ വരുന്നതിൽ ഏറ്റവും കൂടുതൽ പ്ലഷർ. പഴയ ആൾക്കാർ, അല്ലെങ്കിൽ കൂട്ടുകാരെ, ഫ്രണ്ട്സിൻ്റെ മക്കളാണ്. ചില ആൾക്കാർ ഫ്രണ്ട്സെ അവസരത്തെ പോലെയും തോമസ് വയലാട്ടിനെ പോലെയും ഐസിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഗ്രോൺ. അപ്പോൾ അവരെ സ്റ്റുഡൻറ്റൊന്നും പറയാൻ പറ്റില്ല. പറയാൻ പ്ലഷർ ഇൻ സെയിങ് ദാറ്റ് ദേ സ്റ്റഡി വിത്ത് കൊച്ചിൻ കോളേജ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അവരായിട്ടുള്ള ബന്ധമല്ല പുതിയ പഴയ പിള്ളേരുമായിട്ടുള്ള ബന്ധം. ആ പിള്ളേർ ഇവരൊക്കെ എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയാം. അതാണ് ഏറ്റവും എനിക്കൊരു എനർജൈസ് ചെയ്യുന്നത്. എവിടെ ചെന്നാൽ ഇങ്ങനെ ഒരു പിള്ളേർ കിട്ടും. ആ ബാച്ചിൽ 76, 78 വരെ അങ്ങനെ ക്ലോസ് ആയിട്ട് എനിക്ക് അറിയാവുന്ന അവരുടെ ഒരു സംഘമാണ് ഇന്ന്. സാധാരണ ക്രിസ്മസും പിന്നെ ന്യൂ ഇയറൊക്കെ അതിന് മുമ്പാണ് നടക്കുന്നത്. ന്യൂ ഇയറിന് മുമ്പാണ് ന്യൂ ഇയർ ഡേ നടക്കുന്നത്. ബട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ്, ന്യൂ ഇയറിനായിരുന്നു ന്യൂ ഇയർ കഴിഞ്ഞിട്ടാണ്. യു കാൻ ഹെൽപ്പ് ഇറ്റ് ബിക്കോസ് ന്യൂ ഇയറാണ് സമയത്ത് നടക്കുള്ളൂ. 1926, I don't know how to 2025 was for you. At least let 2026, 26 AD 2026, let it bring all prosperity, peace of mind, joy, everything for you, all that is good. And let the association flourish in days to come. And if it is possible, I will always make it a point to attend your function. With these few words, I will share a very, very
happy, bright 2026. And it is a pleasure in cutting this cake. നമ്മൾ ഒരിക്കൽ കൂടി ഈ 2026 എല്ലാവർക്കും ഒത്തുചേരാൻ ദൈവം തമ്പുരാൻ അവസരം തന്നതിനോട് ഇനി ഒരുപാട് ന്യൂഇയറുകളും ക്രിസ്മസുകളും ആഘോഷിക്കാൻ ദൈവം നിങ്ങളുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഒത്തുചേരൽ നിങ്ങളെ ജീവിതത്തിന്റെ മാർഗമായിട്ട് നിങ്ങളെല്ലാവരെയും സ്വന്തമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നേരുന്നു. നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രയും നല്ലൊരു സായാഹ്നം ഫോർട്ട് കൊച്ചിയുടെ നമ്മുടെ സ്വന്തം വെളി അലൂമിനിയുടെ രണ്ടാമത്തെ പ്രോഗ്രാം ഈ ഹോളിൽ വെച്ച് നമ്മൾ നടത്തുന്നു. ഒരു ഓണാഘോഷം നടത്തി. ഇതിപ്പോൾ ക്രിസ്മസ് ഫംഗ്ഷൻ, ന്യൂ ഇയർ ഫംഗ്ഷൻ നടക്കുകയാണ്. ഇതിൽ എല്ലാ വിധത്തിലും ഇതിൻ്റെ ചുക്കാൻ പിടിച്ചിട്ടുള്ള പ്രസിഡന്റ് അമർനാഥ്, ജനറൽ സെക്രട്ടറി ജോഹർ, ദിനേശ് മേനോൻ, നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ അലൂമിനി സുഹൃത്തുക്കൾക്കും എൻ്റെ സ്വന്തം പേരിലും അലൂമിനിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇത്രയധികം സമയം നമ്മോടൊപ്പം ചെലവഴിക്കുവാനും സംസാരിക്കുവാനും സമയം കണ്ടെത്തിയ കിളിക്കാർ സാറിനും കൊച്ചിൻ കോളേജിൻ്റെ എല്ലാമായ നമ്മുടെ സ്വന്തം മാനേജർ തോമസ് വയനാടിനും കമ്മിറ്റിയുടെയും അലൂമിനിയുടെയും പേരിൽ ഹൃദയമായ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.
के मान का दिल है के मान का मुश्किल बड़ी है रस्में मुहावरत ये जानता ही नहीं दिल है ईमान का नहीं दिल है ईमान का नहीं मेरे सपनों की रानी कब आएगी आई हो तुम मस्तानी कब आएगी तू बीती जाए जिंदगानी कब आएगी तू चलिया मेरे सपनों की रानी कब आएगी तू आई हो तुम मस्तानी कब आएगी तू बीती जाए जिंदगानी कब आएगी तू चलिया Hi everybody! Wish you a happy new year! चुन लिया
नशा पहला धुआं नया प्यार है नया इंतजार करूँ मैं क्या अपना तेरे दिल बेकरार मेरे दिल बेकरार तू ही बता पहला नशा पहला धुआं उड़ता ही फिरूं इन हवाओं में कहीं या मैं छोड़ जाऊं इन घटाओं में कहीं उड़ता ही फिरूं इन हवाओं में कहीं या मैं छोड़ जाऊं इन घटाओं में कहीं किस कर दूं कहो यारो क्या करूं क्या नहीं पहला नशा पहला धुआं नया प्यार है नया इंतजार करूं मैं क्या अपना तेरे दिल बेकरार मेरे दिल बेकरार तू ही बता पहला नशा पहला धुआं तोड़ेंगे
ഉള്ളിൽ പെണ്ണാളെ ഒരു സ്വന്തം